ഹലോ ഗൈസ്, സൗദി അറേബ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ദമാമിൽ നിന്ന് ജിദ്ദയ്ക്കുള്ള ലോഡാണ് കയറ്റുന്ന ലോഡ് എന്താണെന്ന് വെച്ചാൽ പെയിൻ്റാണ് കയറ്റുന്നത്. അങ്ങനെ പെയിൻ്റൊക്കെ കയറ്റി എല്ലാം റെഡിയായി നമ്മൾ നേരെ ജിദ്ദ ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മൾ ലോഡ് കയറ്റിയതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ പാർക്കാണ്. അത്യാവശ്യം സന്ധ്യാസമയം ആവാറായി വരുന്നു, സൂര്യനൊക്കെ അസ്തമിക്കാൻ സമയമായി വരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ നേരെ മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നേരെ മെയിൻ റോഡിലോട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ അല്ലസ റിയാദ് അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഏകദേശം റിയാദൊക്കെ എത്താറായി. സാധാരണ റിയാദിൽ സന്ധ്യ സമയങ്ങളിൽ നല്ല തിരക്കുണ്ടാകുന്നതാണ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്തായാലും വലിയ തിരക്കിൽപ്പെടാതെ പെട്ടെന്ന് നമുക്ക് ഓടി മാറാൻ സാധിച്ചു. നമ്മൾ ഈ ലോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 17 മണിക്കൂർ കൊണ്ടാണ് ദമാമിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്നത്. എമർജൻസി ലോഡാണ്. 1450 കിലോമീറ്ററാണ് മൊത്തത്തിലുള്ളത്. ഇങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്തൊക്കെ ലോഡൊക്കെ ഇറക്കാൻ സാധിച്ചു. ഇത് റിയാദിൽ കൂടെ പോവുകയാണ്. അതിൽ അത്യാവശ്യം വലിയ തിരക്കില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ജിദ്ദ റോഡിലോട്ട് ഇറങ്ങാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ജിദ്ദ റോഡിലോട്ട് ഇറങ്ങേണ്ട സ്ഥലമായി. നേരെ കണ്ട ജിദ്ദ റോഡിലോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് 750 കിലോമീറ്റർ ഒറ്റ റോഡാണ് തായിഫ് വരെ വരുന്നത്. അതുവരെ എങ്ങോട്ടും തിരിയാനും ഒന്നും ഇല്ല, ഒറ്റ റോഡ് തന്നെ. അങ്ങനെ ചെറിയൊരു ഇറക്കമൊക്കെ ഇറങ്ങി അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ചെറിയൊരു ടൗണൊക്കെ ആയി. സൗദിയുടെ എംബ്ലമൊക്കെ വെച്ച് റോഡിൽ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നേരെ പോവുകയാണ്. അങ്ങനെ ഇടയ്ക്കൊരു വണ്ടിക്കാരനെ പിടിച്ച് പോലീസുകാരൻ പെറ്റി അടിക്കുന്നു. ബസ്സുകാരൻ ഓവർടേക്ക് ചെയ്തതിനാണ് പെറ്റി അടിച്ചത്. അങ്ങനെ രാവിലെ നേരമൊക്കെ വെളുത്തു. നമ്മളങ്ങനെ ഏകദേശം തായിഫൊക്കെ എത്താറായി. ഇവിടെ നിന്നാണ് നമ്മളിനി നേരെ ജിദ്ദയ്ക്ക് പോകുന്നത്. അങ്ങനെ ജിദ്ദയിലോട്ട് പോകാനുള്ള റൈറ്റ് നമ്മൾ എക്സിറ്റ് കയറി. അങ്ങനെ തായിഫ് കഴിഞ്ഞ് മക്ക ആയി. ഇനി നമ്മൾ നേരെ ജിദ്ദയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ജിദ്ദ ഏകദേശം ലോഡ് ഇറക്കേണ്ട സ്ഥലമൊക്കെ എത്താറായി. അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്തെത്തി ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.